നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ അടങ്ങുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ വരുന്ന വിവാദ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കത്തിൻ്റെ ഇതിനകത്ത് ഉള്ളടക്കം പറയുന്നതിന് സംബന്ധിച്ചുള്ള സ്ഥിരീകരണവുമായി തന്നെ ഇപ്പോൾ സരിത നമ്മോടൊപ്പം ചേരുകയാണ്. സരിത, കത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു കത്തിനകത്ത് പറയുന്ന കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. ഈ കത്തിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും സരിത എഴുതിയതാണോ? സരിത ഇതിനെ സ്ഥിരീകരിക്കുന്നുണ്ടോ? ഇത് സത്യമാണോ? ഇന്ന് വന്ന ലെറ്റർ, ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ലെറ്റർ ഞാൻ എഴുതിയത് തന്നെയാണ്. അത് നേരത്തെ ഞാൻ ഓൺ ചെയ്തതാണ്. കാര്യം എൻ്റെ ഒരു ലെറ്ററിൻ്റെ കോപ്പിയാണ്, ഞാൻ എഴുതിയ ലെറ്ററിൻ്റെ കോപ്പിയാണ് അവർ കൊണ്ട് കാണിച്ചത്. അപ്പം അത് ഒരിക്കലും നമുക്ക് ഡിസോൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത് ഞാൻ എഴുതിയത് പോലീസ് കസ്റ്റഡിയിൽ വെച്ചാണ്. എല്ലാവരും കരുതുന്നത് ജയിലിൽ വെച്ച് എഴുതി എന്നുള്ളതാണ്. അത് തെറ്റാണ്. ഞാൻ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എഴുതിയ ലെറ്ററാണ്. ജൂലൈയിലാണ് എഴുതിയത്. 19-ാം തീയതിയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. 20-ാം തീയതി ACJM പോകുമ്പോൾ കൊടുക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് ആ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. പിന്നെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പം ഹിസ്റ്ററി എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല, ഞാനതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പലവട്ടം. പക്ഷേ ഇന്ന് ഈ ലെറ്റർ പുറത്തു വന്ന സാഹചര്യത്തിൽ അത് ഞാനായിട്ട് കൊടുത്തതല്ല. ഞാനായിട്ട് ഇത് ഒരിക്കലും നമ്മൾ ഈ കാര്യങ്ങൾ പുറത്ത് വരണ്ട എന്നുള്ളൊരു ഇൻഹിബിഷനോട് കൂടി തന്നെ ഞാൻ ആക്ട് ചെയ്തിട്ടുള്ളതാണ്. കാര്യം ഞാൻ ഹൈക്കോടതിയിൽ ഞാൻ ഇതിനെതിരെ കമ്മീഷന് ഹാജരാക്കുന്നതിനെതിരെ ഞാൻ റിട്ട് പെറ്റീഷൻ കൊടുത്ത് സ്റ്റേ വാങ്ങിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമത്, ഈ ലെറ്റർ പുറത്തു വന്ന സാഹചര്യത്തിൽ എനിക്കത് ഡിസോൺ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എഴുതിയ എഴുത്താണ്, എൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ വാസ്തവമായിട്ട് ഞാൻ അനുഭവിച്ചു പോന്നിട്ടുള്ള വിഷയങ്ങളാണ്. ഒരു പക്ഷേ സോളാർ കേസ് തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ, ആ ലെറ്റർ 20-ാം തീയതി ഒരു പക്ഷേ ACJM കോടതിയിൽ അത് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ കേസിൻ്റെ ഗതി തന്നെ മാറിപ്പോകുമായിരുന്നു. കുറച്ചുകൂടെ ഒരു നീതിപൂർവമായ ഒരു അന്വേഷണം ഇതിനകത്ത് ഉണ്ടാകുമായിരുന്നു. ഈ ഒറ്റയ്ക്കുള്ള ഒരു ക്രൂശ് ഞാൻ ചുമക്കേണ്ടി വരില്ലായിരുന്നു എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അന്നങ്ങനെ സംഭവിച്ചില്ല. ഇപ്പം നീണ്ട 3 വർഷങ്ങളായിട്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു കത്താണത്. അപ്പം ഇതിൻ്റെ കോപ്പീസ് 1-2 പേരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അവർ വഴിയായിരിക്കും ഒരു പക്ഷേ പുറത്തുവിട്ടത്. അവരുടെ അജണ്ട എനിക്കറിയില്ല. പക്ഷേ എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് അജണ്ടകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ലെറ്റർ പുറത്തു വന്ന സ്ഥിതിക്ക് എനിക്കത് നിഷേധിച്ച് മുമ്പോട്ട് വരാൻ പറ്റില്ല. കാര്യം അതിലെഴുതിയ ഓരോ വാക്കുകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിട്ടുള്ളതായതുകൊണ്ട് അത് ഞാൻ നിഷേധിക്കില്ല. ഏതായാലും വലിയൊരു വെളിപ്പെടുത്തലാണ് ഈ കത്തിലൂടെ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി താങ്കളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ളൊരു പരാമർശമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത്. കാരണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് പറയുന്നത്. അത് ഏത് തരത്തിലാണ് അത്തരത്തിലുള്ള ഒരു അനുഭവം താങ്കൾക്കുണ്ടായത്? ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഇലാബറേറ്റഡ് ആയിട്ടോ ഒരു കാരണവശാലും ഒരു പബ്ലിക്കിന് മുമ്പിൽ സംസാരിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെ കമ്മീഷന് മുമ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കമ്മീഷനിൽ വന്ന സമയത്തെടുത്ത ആ സ്റ്റാൻഡിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിന്നതുകൊണ്ടാണ് ആ കത്ത് ഞാനായിട്ട് പുറത്തു വിടുകയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോവുകയോ ചെയ്യാത്തത്. കാര്യം എൻ്റെ കുടുംബത്തിലും 2 കുട്ടികളും വയസ്സായ 2-3 പേരുമുണ്ട്. അത് ഞാനും പബ്ലിക്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കങ്ങനെ ഒരു മോശമായ അനുഭവം വന്നു. അത് ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആളിൽ നിന്നായതുകൊണ്ട്. കാര്യം ഞാൻ എല്ലാവരെയും പോലെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനൊരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനൊരു വിഷയം ഒരു സ്ത്രീക്ക് വരും എന്നുള്ളൊരു ചിന്തയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അതും അങ്ങനെ പോലും എന്നെ യൂസ് ചെയ്തിട്ട് പിന്നെ തള്ളിപ്പറയുന്ന പല ആവർത്തി തള്ളിപ്പറയുന്ന, ഇപ്പോഴും പല രീതിയിൽ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ട് പോലും ഞാൻ ഈ കാര്യം ആരോടും പറയുകയോ, പല അവസരങ്ങളിലും ബിജു രാധാകൃഷ്ണൻ പല രീതിയിൽ വെളിപ്പെടുത്തിയിട്ട് പോലും ഞാൻ അതിനെ ഡിസോൺ ചെയ്ത് സംസാരിക്കുകയല്ലാതെ ഈ പറഞ്ഞ ബിജു രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുകയോ ഈ CM-നെതിരെയുള്ള അലിഗേഷൻ ശരിയാണെന്ന് പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ ഭാഗത്തും ഞാൻ CM-നെ പ്രൊട്ടക്റ്റ് ചെയ്ത് മാത്രമാണ് ആ കാര്യത്തിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് 3 വർഷം മുമ്പ് എഴുതിയ എഴുത്താണ്. ഞാൻ ഇന്ന് എഴുതിയ എഴുത്തല്ല. 3 വർഷം മുമ്പത്തെ എൻ്റെ അനുഭവങ്ങൾ അതിനോടടുത്തുള്ള സമയങ്ങളിൽ എഴുതിയ എഴുത്താണ്. ഒരിക്കലും ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ പൊട്ടിമുളച്ചൊരു കത്തല്ല. അതിൻ്റെ ഓതൻറ്റിസിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം, ഫോറൻസിക്കിൽ വിട്ടു നോക്കാം. 3 വർഷം മുമ്പ് എഴുതിയ എഴുത്താണ് എൻ്റേത്. അപ്പം അത് പിടിച്ചു വെച്ചിരുന്നത് എൻ്റെ മര്യാദ. ഇന്ന് അത് പുറത്തേക്ക് വന്നപ്പോൾ അത് ഡിസോൺ ചെയ്യുന്നില്ല. ക്ലിഫ് ഹൗസിൽ വെച്ചുണ്ടായ അനുഭവം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ലെറ്ററിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വാസ്തവമാണ്. പക്ഷേ അത്
ഇനി ഒരു മസാല കഥകളിലെ പോലെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും താങ്കൾക്കുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ കത്തിനകത്ത് വളരെ വിശദമായി തന്നെയാണ് പല വാക്കുകളിലൂടെയും പുറത്തു പറയാൻ പറ്റാത്ത വാക്കുകളിലൂടെ എഴുതിയിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി. മറ്റേതൊക്കെ നേതാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായി? മറ്റുള്ള നേതാക്കന്മാരുടെ പേരുകൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പലരുടെയും ഉണ്ട്. ഇപ്പം ഞാൻ എല്ലാവരിലും അത് എത്തി നിൽക്കേണ്ട ഞാനായിട്ടത് പുറത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കത്ത് പുറത്ത് വന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്റ്റാൻഡ് ഞാൻ അന്നും ഇന്നും ക്ലിയർ ആയിട്ട് തന്നെ എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. പക്ഷേ ഇപ്പോൾ പുറത്ത് വന്ന കത്തിനകത്ത് എന്തൊക്കെ വാക്കുകൾ ഉണ്ടോ അതിനകത്തെ ഒരു സത്യവും ഞാൻ നിഷേധിക്കുന്നില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതെൻ്റെ വായ കൊണ്ട് ഞാൻ പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ. അത് സ്റ്റോറീസാണ്, 2 വർഷമായിട്ട് റൺ ചെയ്ത കഥകൾ പോലും അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അത് ഇപ്പം പബ്ലിക്കിനോട് എനിക്ക് ഒരു ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് പറയാനുള്ള, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അബ്ദുള്ളക്കുട്ടിയുടെ കേസിൽ. കാര്യം ഞാനത് പബ്ലിക്കിൻ്റെ മുമ്പിൽ റിവീൽ ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്ത് തന്നെ കരിവാരി തേക്കുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും വന്നിട്ടുണ്ട്. പല ചാനലുകളിലും ഒരു സ്ത്രീയുടെ പരിഗണന തരാതെ എന്നെ അങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചത്. ഇതിനകത്ത് ഞാൻ പറയുന്നു, വെള്ളക്കുപ്പായം ഇട്ടവരാരും ശരിയായ മനുഷ്യന്മാരല്ല. അവർ കാണിക്കുന്ന പുഞ്ചിരിയൊന്നും ശരിയായ പുഞ്ചിരിയല്ല. ഏതൊരു സ്ത്രീക്കും എപ്പോൾ വേണമെങ്കിലും അനുഭവിക്കാവുന്ന ഒരു അനുഭവം തന്നെയാണ് ഞാനും അനുഭവിച്ചിട്ടുള്ളത്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ കൂടിപ്പോയി. കാര്യം അവിടെ എൻ്റെ മിസ്റ്റേക്സും ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ അന്നത്തെ സാഹചര്യം, അതായത് ഞാനൊരു തൊഴിലിന് വേണ്ടി മുമ്പോട്ട് വന്നു, അതിൻ്റെ പ്രസ്ഥാനത്തിൽ ഇന്ന പ്രോജക്ട്സ് എന്ന് പറഞ്ഞ് എനിക്ക് വഴി തെളിച്ച് തന്നവർ തന്നെ എന്നെ കുഴി ചാടിക്കുകയായിരുന്നു. അത് സാമ്പത്തികമായിട്ടും എന്നെ ചതിപ്പിച്ചു. അതുപോലെ തന്നെ പിന്നെ ഒരു പെണ്ണിനെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാമോ ആ രീതിയിലെല്ലാം യൂസ് ചെയ്തു. ഒരാൾ യൂസ് ചെയ്ത് മറ്റൊരാൾക്ക് നമ്പർ കൈമാറുന്ന ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ അനുഭവിച്ചു. അപ്പോൾ അത് ഇന്ന് ഞാൻ ഇതുപോലെ ഒത്തിരി ലേഡീസ് ചിലപ്പോൾ ഇവരുടെ വലയിലുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ വിഷയം ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് മാത്രം പുറത്തു വന്ന പേരാണ് സരിത. എത്രയോ സരിതമാരുണ്ടായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആൾക്ക് ഭരണത്തിൽ എന്തെങ്കിലും ഒരു ഭരണം, അവരുടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവർ നോക്കുന്നത് ഒരു സ്ത്രീ വന്നാൽ ആ സ്ത്രീയെ ഇങ്ങനെ ശാരീരികമായി യൂസ് ചെയ്യാൻ പറ്റുമോ, അവരെ ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തരം താണ നിലവാരത്തിലേക്ക് കേരളത്തിലെ ഭരണം അധപതിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനോട് എനിക്ക് അമർഷമുണ്ട്. അത് ഞാൻ പ്രതികരിക്കാൻ ഞാൻ ഈ അറ്റം വരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒറ്റയാൾ പട്ടാളം പോലെയാണ്. ഇപ്പോൾ പല കോൺഗ്രസ്സുകാരും ടി വിയിലൂടെ പ്രതികരിക്കുന്നത് കണ്ടു. അവളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാൻ, അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവളുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആക്കി തന്നത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ്, അല്ലാതെ മറ്റ് ഒരു ആൾക്കാരുമല്ല, ഒരു പ്രസ്ഥാനങ്ങളുമല്ല, പിന്നെ വ്യക്തികളുമല്ല. അപ്പോൾ ഇതിനകത്തുള്ള വ്യക്തികൾ തന്നെയാണ് എനിക്കങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി തന്നത്. ഇവർ തന്നെയാണ്, ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നെ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ സത്യം ഞാൻ എഴുതി വെച്ചപ്പോൾ ഞാൻ ചീത്തയായി. അതേസമയം ഇതേ കാര്യങ്ങൾ തന്നെ മറ്റേതെങ്കിലും വ്യക്തികളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ കമ്പെടുക്കില്ലേ, അവർ ബഹളം ഉണ്ടാക്കില്ലേ? അപ്പോൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമോ അവരുടെ നേതാക്കളെ? അവരൊന്നും ചെയ്യില്ല. ഇപ്പം അതുപോലെ തന്നെ ഇവളെന്ന് പറഞ്ഞ് സംസാരിക്കുക, അതൊന്നും ശരിയായ ഒരു രീതിയാണെന്ന് തോന്നുന്നില്ല. ഞാനും ഒരു സ്ത്രീയാണ്. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ അന്യായമുണ്ടോ എന്ന് ഇവരാരും അന്വേഷിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അതിനൊരു കമ്മീഷൻ വെക്കുന്നതല്ലാതെ, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ പോലൊരു ഇനാക്റ്റീവ് പൊസിഷനിലായിട്ട് ഒരു കാര്യം കൊണ്ടുവന്ന് പ്രഹസനം ആക്കി ഒരു കാര്യം നടത്തുന്നതല്ലാതെ ഒരു ഓതൻറ്റിക് ആയിട്ട് ഒരു അന്വേഷണം നടത്താൻ ഇന്നേ വരെ അവർ തന്നെ തയ്യാറല്ല. ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം. ഇപ്പോൾ താങ്കൾ ആരോപണമെന്നല്ല, താങ്കൾ തന്നെ പറയുന്നത് ആരോപണമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. ഒന്നാമത്തെ വിഷയം, ഞാനല്ല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ എഴുതിയ എഴുത്ത് പുറത്തേക്ക് വന്നാണ്, അതിൻ്റെ ജീവിതമാണ്, അത് സത്യമാണ്. അത് ആരോപണം എന്ന് പറഞ്ഞ് വില കുറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. കാര്യം മുഖ്യമന്ത്രിയാണോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കും ഞാൻ പറഞ്ഞു പിതൃതുല്യനാണ് എന്നുള്ളത് ഞാൻ പുറത്തേക്ക് പോകുന്നില്ല. പിതൃതുല്യം തന്നെയാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മോശമായൊരു ഇത് വന്നപ്പോൾ സാധാരണ അത് ലോകം അറിയരുതെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഇപ്പം നമ്മളുടെ പ്രായത്തിലുള്ളവർ നമ്മളെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് പോലെ അല്ല, ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആ പ്രായത്തിലുള്ളൊരു വ്യക്തി ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ലോകം വിശ്വസിക്കില്ല. സത്യമല്ലേ? അപ്പോൾ അങ്ങേരുടെ പുറകിലും ഇങ്ങനെ ഒരു ചെന്നായി മുഖമുണ്ടെന്ന് ഞാൻ എങ്ങനെ വിളിച്ച് പറയും? ആരോട് വിളിച്ച് പറയും? അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ അതിനും 2 ദിവസത്തെ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് കത്ത് പോലും വിടാത്തത്. കാര്യം ആ കത്തിനകത്തുള്ള ഏറ്റവും വലിയ കണ്ടൻറ്റ് ഇതായിരുന്നു. അത് ഞാൻ പുറത്ത് വിടണ്ട എന്ന് വിചാരിച്ച് ഹൈഡ് ഔട്ട് ചെയ്ത് വെച്ചിരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ വിഷയം കൊണ്ടാണ്. മറ്റ് പല കാര്യങ്ങളും പലപ്പോഴും
മാധ്യമങ്ങളിൽ പലയിടത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും പുറത്തു വന്നിട്ടുള്ളതുമായ വിഷയങ്ങൾ. ഇതിനകത്ത് മുഖ്യമന്ത്രി തന്നെ നേരത്തെ സരിതയെ അറിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം ക്ലിഫ് ഹൗസിൽ വന്ന കാര്യം നേരത്തെ പറഞ്ഞു. ക്ലിഫ് ഹൗസിൽ വെച്ചാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇത്തരത്തിൽ മോശമായ ഒരു അനുഭവം ഉണ്ടായതെന്ന് പറയുന്നു. അത്തരത്തിൽ വരുമ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് വഴിവെച്ച ഒരു സാഹചര്യം എന്തായിരുന്നു? അതെ, ക്ലിഫ് ഹൗസിൽ ഒരു പ്രാവശ്യമായിട്ട് പോയതൊന്നുമല്ല. ക്ലിഫ് ഹൗസിൽ പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം മുഖ്യമന്ത്രിക്ക് കള്ളം പറയാം, നാട്ടിലെ ജനങ്ങൾക്കാർക്കും ഒരു പ്രാവശ്യം പോലും കള്ളം പറയാൻ അവകാശമില്ല എന്ന് പറയുന്നത് പോഷത്തരമാണ്. അപ്പം മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും കള്ളമേ പറയുള്ളെങ്കിൽ ജനങ്ങൾക്ക് 100 പ്രാവശ്യം കള്ളം പറയാനുള്ള ലൈസൻസ് ഇല്ലേ? ഞാൻ അങ്ങനെ പോലും അല്ല പറഞ്ഞു. ഞാൻ പറയുന്നത് ഞാൻ ആ പറയുന്ന ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുള്ളത് ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും 100-ലേറെ തവണകളിലുണ്ട്. അത് ഒരു പക്ഷേ എത്രയോ പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും ക്ലിഫ് ഹൗസിലുമായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവരുമായിട്ട് ഞാൻ ഉണ്ടാക്കിയ റാപ്പ് ചെറുതല്ല. പക്ഷേ ആ റാപ്പുടെ മണ്ടയ്ക്ക് നിന്നിട്ട് പോലും ഞാൻ ജയിലിൽ പോയപ്പോൾ എന്നെ കണ്ടിട്ട് പോലും ഇല്ല, ആ പേരെനിക്ക് ഓർമ്മയില്ല. എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ 2-3 വട്ടം. അങ്ങനെയൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഞങ്ങളുടെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന്. പക്ഷേ ഈ ക്ലിഫ് ഹൗസിൽ പോകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എമർജിങ് കേരള നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാലിൽ അസ്വാസ്ഥ്യമുണ്ടായി. 2012 സെപ്റ്റംബറിലോ ഓഗസ്റ്റിലുമാണ് ലേ മെറിഡിയനിൽ വെച്ചാണ് ഞാൻ കാണാനുണ്ടായ സാഹചര്യം. ഞാൻ പറയാം, ബിജു രാധാകൃഷ്ണൻ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാതൃഭൂമിയുടെ ലേഖകനായ ശിവദാസുമായി പോയി. MI ഷാനവാസ് പറഞ്ഞിട്ട് CM-നെ കണ്ടു. കുറച്ച് പേഴ്സണലായിട്ടുള്ളതും കുറച്ച് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നു. ഞാൻ അതിന് വിറ്റ്നസ് അല്ല. അപ്പോൾ പറഞ്ഞ 2 കൂട്ടരുടെ ഭാഗത്തും നിന്നുള്ള ഇൻഫർമേഷൻ മാത്രമാണ്. CM പറഞ്ഞത് ഗണേഷ് കുമാറിനെ ഉൾപ്പെടെയുള്ള ഫാമിലി കാര്യങ്ങളെപ്പറ്റി പരാതി പറയാനാണ് അവിടെ ചെന്നതെന്ന് CM പറഞ്ഞു. ബിജു രാധാകൃഷ്ണൻ പറയുന്ന അതും മാത്രമല്ല, ഞാൻ ബിസിനസ് കാര്യങ്ങളും സംസാരിച്ചു. അപ്പോൾ ഇതിനകത്ത് എന്താണ് സത്യം എന്നറിയില്ല. എന്തായാലും പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എന്നെ നേരിട്ട് കാണണം എന്ന് അന്ന് കണ്ട രാത്രി, ഇവർ മീറ്റ് ചെയ്ത രാത്രി 11 മണിയോടുകൂടി സലിം രാജിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ 8 മണിക്ക് ലേ മെറിഡിയനിൽ പോയി. എമർജിങ് കേരള നടക്കുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്ന കാരണം അദ്ദേഹത്തിന് അവിടെ വെച്ച് എന്നോട് സംസാരിക്കാൻ പറ്റിയില്ല. അതികഠിനമായ മുട്ടുവേദനയുണ്ട്. അന്ന് ഫ്ലൈറ്റിന് വൈകുന്നേരം തിരിച്ചു പോവാണ്. ക്ലിഫ് ഹൗസിൽ വരാൻ പറഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരം. അങ്ങനെയാണ് ഞാൻ ക്ലിഫ് ഹൗസിൽ ചെല്ലുന്നത്. ക്ലിഫ് ഹൗസിൽ ചെന്നപ്പോൾ അവിടെ പുതുപ്പള്ളിക്കാർ കുറേ പേരുണ്ടായിരുന്നു. അവർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് പുതുപ്പള്ളിക്കാരാണെന്ന്. അവിടെ ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് മറിയമ്മ മാഡമാണ് പോയത്. അപ്പം പോകാം എന്ന് പറഞ്ഞത്. അവരുമായി സംസാരിച്ച് നിന്നതിന് ശേഷമാണ് ഇത് സ്വകാര്യമായ വിഷയം സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ഏത് ഈ പറഞ്ഞ വിഷയം സ്വകാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ ഒഴിവാക്കിയത്. അപ്പോൾ ആ ഒരു ലെവലിൽ അന്ന് സംഭവിച്ച ഒരു സംഭവമാണിത്. അപ്പോൾ അതിൻ്റെ ഇലാബറേറ്റഡ് പൊസിഷനിലോട്ട് ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നമ്മളുടെ സംസ്കാരത്തിന് നിരക്കാത്ത പല കാര്യങ്ങളുമാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്കും ഒരു വലിയ ഇമേജ് പറയുന്ന പോലെ എനിക്ക് ലോകരുടെ മുമ്പിലൊന്നുമില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ ഇങ്ങനെയുള്ള ശാന്തമായ ഒരു ജീവിതത്തിൽ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇതിനെ കീറി മുറിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പബ്ലിക് ഫോറത്തിൽ. ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇതൊരു ഗൂഢാലോചന ആണ് എന്നാണ് പറയുന്നത്. തെളിയിക്കട്ടെ. എല്ലാ ആലോചനകളും ഗൂഢാലോചനകളല്ലേ? അപ്പോൾ ഇതും ഒന്ന് തെളിയിക്കട്ടെ. എന്തായാലും ഈ ഗൂഢാലോചനയ്ക്കകത്ത് സരിതയ്ക്ക് പങ്കില്ല. കാര്യം ഞാനല്ല ഈ ലെറ്റർ കൊടുത്തു വിട്ടത്. എൻ്റെ ലെറ്റർ ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഈ പറയുന്ന ഒറിജിനൽ ലെറ്റർ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതിൻ്റെ കോപ്പി ഏഷ്യാനെറ്റുകാർ കാണിച്ചാൽ ഞാൻ എഴുതിയ എഴുത്താണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇനി എന്ത് ഗൂഢാലോചന ആരോപിച്ചാലും എനിക്കൊന്നുമില്ല. അതിന് ആരെ വെച്ച് വേണമെങ്കിലും അന്വേഷിക്കാം. അതിനകത്ത് ഞാൻ പങ്കാളിയല്ല. പിന്നെ അദ്ദേഹം ഗൂഢാലോചന സംശയിക്കുന്നു എങ്കിൽ അതൊരു രക്ഷപ്പെടാനുള്ള ഒരു വെറും വീക്ക് പോയിന്റ് മാത്രമാണ്. ഇപ്പോൾ പല കാരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഞാനൊരു തട്ടിപ്പുകാരിയാണ്, അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് കമ്പനി കൊണ്ട് നടന്നതാണ്. ഈ തട്ടിപ്പുകാരിയുടെയും തട്ടിപ്പ് കമ്പനിയുടെയും ഓഹരി പറ്റിയ ആളാണ് ഈ തലതൊട്ടപ്പനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം എൻ്റെ നിന്ന് പണം വാങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും കൂട്ടും നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിൽ അദ്ദേഹമല്ലേ ഈ കേസിനകത്ത് ആദ്യം വരേണ്ടത്? എന്തുകൊണ്ട് അപ്പോൾ ആ അന്വേഷണത്തെ ഭയന്ന് ഓരോരുത്തരത്തും പോയി സ്റ്റേ വാങ്ങിക്കുന്നു? എത്രയോ എടുത്ത് FIR ഇടാൻ പറഞ്ഞു, വിജിലൻസ് കോടതി FIR ഇടാൻ പറഞ്ഞു. ഒരു അന്വേഷണത്തെ ഭയക്കുന്ന ഒരു വ്യക്തിക്ക് ഗൂഢാലോചനയാണെന്ന് പറയാൻ എന്താണ് അവകാശം? എന്തെങ്കിലും അവകാശമുണ്ടോ? ഗൂഢാലോചനയാണെന്ന് പറയുന്നതിന് മുമ്പ് സത്യസന്ധമായിട്ടൊരു അന്വേഷണം നടത്താം, ഞാൻ തയ്യാറാണ്, എന്നെപ്പറ്റി അന്വേഷിക്കൂ എന്ന് എന്തുകൊണ്ട് അയാൾ ഈ പറയുന്ന CM ഒരു ഫ്രീ ഹാൻഡായിട്ട് സംസാരിക്കുന്നില്ല? നമുക്കെതിരെയെല്ലാം എത്രയോ ലോക്കലായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിൽ 420 കേസ് സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ വരുന്നുണ്ട്. ആ 420 കേസുകൾ എല്ലാം ഇടുമ്പോൾ ഈ പറയുന്ന പ്രതികളെല്ലാം ഒളിച്ചോടിയാൽ ഈ ലോകത്ത് എവിടെയായിരിക്കും? അല്ലെങ്കിൽ പ്രതികളെല്ലാം പോയി സ്റ്റേ കൊടുത്താൽ എവിടെയായിരിക്കും? ഞങ്ങൾക്കെതിരെ 33 കേസ് വന്നു. ഞാൻ സ്റ്റേക്കൊന്നും പോയില്ലല്ലോ, ഞാൻ ഫേസ് ചെയ്തു. ഇദ്ദേഹം എന്തുകൊണ്ട് ഫേസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല? അപ്പോൾ അതിനകത്ത്
അതിനെ ഭയക്കുന്നവർ തന്നെ ഇത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് വേഗാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. അത് വേറെ വിഷയം. ഇപ്പോൾ ഈ വന്ന കത്തിൻ്റെ കാര്യത്തിൽ എന്ത് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞാലും അതിനു വേണ്ടി എന്ത് അന്വേഷിച്ചാലും അതിന് ഞാൻ തയ്യാറാണ്. സരിതയ്ക്കകത്ത് പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് സരിത ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി അത് ഗൂഢാലോചന എന്ന് പറഞ്ഞ് അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ, കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിൽ കേസെടുക്കുന്ന തരത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ എങ്ങനെ സരിത നേരിടും? കേസെടുക്കണ്ടെന്ന് ആര് പറഞ്ഞു? അന്വേഷണം നടത്തണം. അപ്പോഴും ഈ പറയുന്ന പോലെ സരിത ഈ പറയുന്ന മുഖ്യമന്ത്രി ഒളിച്ചോടിപ്പോയി സ്റ്റേ ഇട്ട പോലെ ഞാൻ സ്റ്റേ ഇടാൻ പോയില്ല. FIR ഇടുകയാണെന്നുണ്ടെങ്കിൽ പോലും എനിക്കതിനെ ഭയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഗൂഢാലോചനയാണെന്ന് തെളിയിക്കണം. തെളിയിച്ചില്ലെങ്കിൽ നടക്കില്ല. അതായത് ഇതിനകത്ത് മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ മറ്റ് ചില മന്ത്രിമാരുടെയും, അതുപോലെ നേരത്തെ പറഞ്ഞു കേന്ദ്രമന്ത്രി അടക്കം തന്നെ മോശമായ രീതിയിൽ തന്നെ ഉപയോഗിച്ചു എന്നുള്ള തരത്തിൽ പറഞ്ഞു. മറ്റ് ചില മന്ത്രിമാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ നമ്പർ മാറുന്ന അടക്കം ഉപയോഗിക്കുന്നതിന് വേണ്ടി, ലൈംഗികമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത്, അതിനെക്കുറിച്ച് എന്താണ്? ആ ലെറ്ററിനകത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, ഓൺ ചെയ്തിട്ടുണ്ട്. ആ കത്തിനകത്തെ കാര്യങ്ങൾ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ പേരെടുത്ത് പറഞ്ഞ് ഇനി ഞാൻ പറഞ്ഞില്ലേ, ചർച്ചയാക്കാൻ ഞാൻ താല്പര്യപ്പെടാത്തൊരു വിഷയമാണ്. ഏഷ്യാനെറ്റുകാർ കൊണ്ടുവന്നത് കൊണ്ട് ഓൺ ചെയ്തൊരു വിഷയമാണ്. അതിനകത്തുനിന്ന് ഞാൻ പുറത്തേക്ക് പോകാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇനി ഒരു ചർച്ചയ്ക്ക് വെച്ച് രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം വേറൊരു രീതിയിൽ എന്നെ ചീത്തയാക്കി ചിത്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആരോപണങ്ങൾ നിഷേധിക്കുന്നില്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം കത്തിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് പണം പിരിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഏത് സാഹചര്യത്തിലാണ് പണം പിരിച്ചു നൽകിയത്? പണം പിരിച്ചു നൽകുക മാത്രമല്ല ചെയ്തത്. അതായത് ഞങ്ങളുടെ കമ്പനിയുടെ സോളാർ, അത് ഞാൻ പല പ്രാവശ്യം കമ്മീഷനിൽ കൊടുത്ത പരാതി അത് തന്നെയായിരുന്നു. അതായത് കമ്മീഷൻ പിന്നെ നമ്മളുടെ സോളാർ പാനൽസ് മെഗാ പവർ പ്രോജക്ട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് അപ്രൂവൽസ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടിയ പണത്തിൻ്റെ നല്ലൊരു ഓഹരി സാറിനാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിനെപ്പറ്റി വ്യക്തമായി നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 1.90 മാത്രം എവിഡൻസസ് എൻ്റെ കയ്യിലുള്ളൂ. എവിഡൻസ് ഉള്ളതിന് എഗനസ്റ്റായിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ പെറ്റീഷൻ മൂവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സരിത പറയുമ്പോഴും സാധാരണ ഇപ്പോൾ പ്രേക്ഷകർ കാണുമ്പോഴും അവർക്കുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ അവർക്കുള്ളൊരു സംശയമുണ്ട്. അത് ദൂരീകരിക്കേണ്ടതാണ്. കാരണം ഇതിനകത്ത് ക്ലിഫ് ഹൗസിൽ വെച്ചാണ് മുഖ്യമന്ത്രി താങ്കളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൈംഗികമായി കത്തിനകത്ത് പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെ പറയുന്നത്, അത് ഈ ഒരു സാഹചര്യത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യ അല്ലെങ്കിൽ അവിടെ മറ്റുള്ള ഒരു സ്റ്റാഫ് ഇതിനൊരു ആൻസർ തന്നു കഴിഞ്ഞു. ഞാൻ തന്ന ആൻസർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നിങ്ങൾ നോക്കുക. അതായത് ഏത് സാഹചര്യമാണ് അവിടെ നടന്നതെന്ന്. ഈ പറയുന്ന എമർജിംഗ് കേരളയുടെ സമയത്ത് ബിജു രാധാകൃഷ്ണനുമായിട്ടുള്ള ടോക്കിൻ്റെ ഭാഗം അത് പ്രൈവറ്റ് ആയിട്ടുള്ള വിഷയമാണെന്ന് പറഞ്ഞാണ് ആളെ ഒഴിവാക്കിയത്. അതിനെനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്ന്. കാര്യം അന്ന് അവർ സംസാരിച്ചത് എന്തോ വലിയൊരു സംഭവമായിരുന്നു. ബിജു രാധാകൃഷ്ണനെതിരെ ആക്ഷൻ എടുക്കാൻ പോകുന്ന എന്നെ തടഞ്ഞു നിർത്തിയാണ് സാറ് സംസാരിച്ചത്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് സർക്കാരിന് ദോഷമുണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ അന്ന് സർക്കാരിന് പ്രശ്നമുണ്ടാക്കുന്ന എന്തോ വിഷയമായിരിക്കുമ്പോൾ അത് അത്രയും തീവ്രമായ ഒരു വിഷയമായിരിക്കുമെന്ന് മറ്റുള്ളവരും വിശ്വസിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി വേണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സംസാരിച്ചത്. അതിൻ്റെ പിന്നിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും എന്ന് എനിക്കറിയില്ല. പിന്നെ അതിനെ എങ്ങനെ എനിക്ക് തെളിയിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാര്യം ഞാൻ അന്ന് എഴുതിയ കാര്യങ്ങൾ വാസ്തവമാണ്. അത് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അന്വേഷിക്കാം, അതിന് സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതിനായിട്ട് ഒരു കീറി വലിച്ചൊരു ഒരു ചർച്ചയ്ക്ക് ഞാൻ നിൽക്കില്ല. അത് 100% ഉറപ്പ്. ഈ ഒരു കത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ കേസെടുത്ത് അന്വേഷണം വരികയാണെങ്കിൽ സരിത ഏത് രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഈ കത്തുമായി ബന്ധപ്പെട്ട് കത്തിനകത്ത് ഉള്ള ആരോപണങ്ങൾ അപ്പോൾ പുള്ളി അല്ലാന്ന് തെളിയിക്കേണ്ടി വരും. അതിന് പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഇഷ്ടംപോലെ ആരോപണങ്ങളുണ്ട്. ഞാൻ ആ ലെറ്ററിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതമാണ്. ഞാൻ ജീവിതത്തിൻ്റെ പച്ചയായ ജീവിതത്തിൽ ഞാൻ എഴുതിയ സത്യങ്ങൾ തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എങ്കിൽ അതല്ല എന്ന് തെളിയിക്കാൻ അവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ അവർ അല്ല എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ. അതാണ് എൻ്റെ കൂടെ പറയാനുള്ളത്. ഇത് മാത്രമല്ല, പല പല തെളിവുകൾ ഇനിയുമുണ്ട്. അപ്പം ഈ ഒരു ലെറ്റർ പുറത്തു വന്നതുകൊണ്ട് ഞാൻ അതിനോട് പ്രതികരിച്ചു. ഇനി മറ്റുള്ള തെളിവുകൾ പുറത്തു വരികയാണെങ്കിൽ അതിനോട് പ്രതികരിക്കാം. അപ്പോൾ അതായത് ഒരു കാര്യം കൂടെ, അതായത് ഇതിനകത്ത് ഇപ്പോൾ സരിത പറഞ്ഞതുപോലെ ഇതിനകത്ത് ക്ലിഫ് ഹൗസിലാണ് താങ്കളെ അന്ന് ലൈംഗികമായി ഒരു കാര്യം കൂടെ അതിൽ കൂടെ വേറെ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ട്? ഇല്ല, ഒറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി മാത്രമേ ഞാൻ ലെറ്ററിൽ എഴുതിയിട്ടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള ഒരേ ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ കാര്യങ്ങൾ വ്യക്തമായി ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സരിത പറഞ്ഞ പോലെ ഇനിയും തെളിവുകൾ സരിതയുടെ പക്കലുണ്ട്, പുറത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് തെളിവുകളുണ്ട്. അത് ആരെയൊക്കെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആരുടെ
മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു ഇടപെടലാണ് വരുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇപ്പോൾ പുറത്തു വന്ന കത്ത് ഞാൻ പുറത്തു വിട്ടതല്ല. ആ കത്ത് പുറത്തു വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു. അത് എൻ്റേതാണെന്ന് ഞാൻ സത്യസന്ധമായി വെളിപ്പെടുത്തി. അതിനകത്തെ കാര്യങ്ങൾ, ആരോപണങ്ങൾ ഞാൻ എഴുതിയത് തന്നെയാണ്, ഞാൻ അനുഭവിച്ച അനുഭവങ്ങളാണെന്ന് ഞാൻ അംഗീകരിച്ചു. പക്ഷെ അതുപോലെ ഇനി പല തെളിവുകളും പുറത്തേക്ക് വരാനുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. അങ്ങനെയുള്ള തെളിവുകൾ വന്നാൽ സത്യസന്ധമാണെങ്കിൽ മേലിലും ഞാനത് ഓൺ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യും. വേണ്ടി വന്നാൽ ഇതിനാവശ്യമായ തെളിവുകൾ ഏതെങ്കിലും ഏജൻസിയെ, ഒരിക്കലും ഞാൻ കേരളത്തിലെ ഇപ്പോൾ ഇരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന പോലീസിൻ്റെ കീഴിൽ ഞാൻ ഇത് കൊടുക്കില്ല. അത് 100% ഉറപ്പാണ്. കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം എൻ്റെ ജീവന് പോലും ഭീഷണിയുണ്ടായി ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ട് അനങ്ങാത്ത ഒരു വിങ്ങാണ്. അപ്പോൾ അവരിൽ എത്രത്തോളം എനിക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റും എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ആ അന്വേഷണം, അങ്ങനെ ഒരു പുറത്തുനിന്നുള്ളൊരു അന്വേഷണ ഏജൻസി ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനോട് സഹകരിക്കും. ഇതിനകത്ത് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മോശമായി പെരുമാറിയ കാര്യം അന്ന് പിന്നീട് സരിത ആരോടെങ്കിലും ഇത് പറഞ്ഞിരുന്നു? കാരണം ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായി. എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ മറ്റുള്ളവരോട് അധികമായിട്ട് സംസാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നു? ചാണ്ടിയാണ് എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് കൺഫേം ചെയ്തത്. അത് ഞാൻ കമ്മീഷനിൽ പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. തോമസ് കുരുവിളയ്ക്ക് പണം കൊടുത്തപ്പോൾ ചാണ്ടി ഉമ്മനാണ് അത് കൺഫേം ചെയ്ത് ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്. അതായത് തോമസ് കുരുവിളയ്ക്ക് പണം കൊടുക്കുമ്പോൾ തോമസ് കുരുവിളയുടെ ഫോണിൽ ചാണ്ടി ഉമ്മനെ കണക്ട് ചെയ്തിട്ടാണ് പണം കൊടുത്തതും, അത് നേരത്തെ കൊടുത്തത് റിസീവ് ചെയ്തതിൻ്റെ കൺഫർമേഷനും അതോടൊപ്പം തന്നെ പണം കൊടുത്തു വിടാനുള്ള ഇതും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അന്ന് എത്ര രൂപയാണെന്ന്? 80 ലക്ഷം രൂപയാണ് കൊടുത്തത്. പല പ്രാവശ്യമായിട്ടല്ലാതെ ഈ പറയുന്ന കൂട്ടത്തിലല്ലാതെ തോമസ് കുരുവിള പല പ്രാവശ്യം 1 ലക്ഷം 2 ലക്ഷം അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തൊന്നും കൂട്ടിയിട്ട് പോലും ഇല്ല. കാര്യം ആ കൂട്ടിയതിനൊന്നും ഞാൻ എൻ്റെ കയ്യിൽ എവിഡൻസസോ മറ്റു കാര്യങ്ങളോ എനിക്ക് ക്ലിയർ അപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പലരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. തോമസ് കുരുവിള നേരിട്ട് ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കമ്മീഷനിൽ കൊടുത്തിട്ടുള്ളത്. മറ്റ് ഫ്രണ്ട്സ് വഴി വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ അവരുമായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള പണമിടപാടുകളെ പറ്റി ഞാൻ എങ്ങും പരാമർശിച്ചിട്ടില്ല, ലെറ്ററിലല്ലാതെ. ഇപ്പോൾ ഈ ഒരു ലെറ്റർ പുറത്തു വന്നപ്പോഴാണ്, സരിത വിട്ടതല്ല, അല്ലാതെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അറിയുന്നതും ഇപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നതും. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ നിയമ നടപടി ഉണ്ടാകാൻ പോകുന്ന തരത്തിലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരിക. കുഴപ്പമില്ല. നിയമ നടപടി എന്ന് പറയുന്ന നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ ആ നിയമത്തിൻ്റെ എന്ത് കാര്യങ്ങളുണ്ടോ അത് ഞാൻ നോക്കും. ലെറ്റർ പിടിച്ചെടുക്കുന്നെങ്കിൽ പിടിച്ചെടുക്കട്ടെ. ഞാനായിട്ട് കൊടുത്ത ലെറ്റർ അല്ല, എൻ്റെ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. അത് ഒറിജിനൽ ലെറ്ററാണ്. മറ്റുള്ളവർ കൊടുത്തതിന് മറ്റുള്ളവർ ഉത്തരം പറയും. ലെറ്റർ പുറത്തു വന്ന ലെറ്റർ എൻ്റേതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറയാൻ തയ്യാറല്ല. മറ്റൊരു കാര്യം കൂടെ മുഖ്യമന്ത്രി ഇത് ആരോപണം നിഷേധിച്ചുകൊണ്ടും ഇത് ഗൂഢാലോചനയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, സോളാർ കമ്മീഷന്റെ മുമ്പിൽ സരിത വന്നപ്പോൾ സരിത ഇതൊന്നും പറഞ്ഞില്ല, തന്റെ അഭിഭാഷകൻ വഴി. അന്ന് സോളാർ കമ്മീഷനിലല്ല, ഇന്നും സരിത അത് പറയാൻ തയ്യാറായിരുന്നില്ല. എന്ത് തരം വീക്ക് പോയിന്റാണ്, എന്ത് വീക്കായിട്ടുള്ള ഒരു റെസ്പോണ്ടാണ് സാറ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകും. ഇന്നും സരിത ഇത് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. പുറത്ത് കൊണ്ടുവന്ന ഒരു വിഷയം, ഏതോ ചാനലുകാർ പുറത്ത് കൊണ്ടുവന്ന വിഷയം, അത് എനിക്ക് അല്ലാന്ന് പറയേണ്ട സാഹചര്യമില്ല. കാര്യം നാളെ ഒരു കാലത്ത് എനിക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പുറത്ത് പറയേണ്ട സാഹചര്യം വന്നാൽ അന്ന് നിങ്ങളിത് പുറത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് ഡിസോൺ ചെയ്തു എന്ന് പറയാൻ അതിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും അല്ലേ? എൻ്റെ കയ്യിലിരിക്കുന്ന ലെറ്റർ എനിക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ഇതിൻ്റെ കോപ്പി നേരത്തെ കണ്ടപ്പോൾ ഡിസോൺ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയുള്ള രക്ഷപ്പെടൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഓൺ ചെയ്തത്. അത് ഞാൻ എൻ്റെ ലെറ്റർ ആയതുകൊണ്ട് ഞാനത് അംഗീകരിച്ചു. പിന്നെ കമ്മീഷനിൽ കൊടുക്കണമെന്ന് വോളണ്ടറി ഞാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കൊടുക്കണമെന്ന് ഞാൻ വോളണ്ടറി ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊടുത്തേനെ. പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് പോയ ലെറ്റർ അല്ല ഇത്. ഞാൻ ഇതിൻ്റെ കോപ്പി കൊടുത്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ കോപ്പി ചാനലുകാർക്ക് കിട്ടിയെന്നറിയുന്നത് പോലും ഇന്നലെ രാത്രിയാണ്, ഇന്നലെ 7:30 മണിയോടുകൂടിയാണ്. അത് ഞാൻ വിശ്വസിച്ചില്ല. അവർ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ എത്തുന്ന സമയം ഞാൻ വെയിറ്റ് ചെയ്തു, അത്രേ എനിക്കറിയുള്ളൂ. അവർ രാവിലെ 10 മണിക്ക് എന്നെ മീറ്റ് ചെയ്തു, അത് കണ്ടു, ഞാൻ ലെറ്റർ എൻ്റേതാണെന്ന് ഞാൻ അംഗീകരിച്ചു. അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഞാനായിട്ട് പുറത്തുവിട്ട ലെറ്റർ അല്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് എന്ത് ഗൂഢാലോചന നടത്തി പുറത്തുവിട്ടതാണെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ. പക്ഷേ എൻ്റെ ലെറ്ററാണ്, അത് ഞാൻ എന്നും എവിടെയും പറയും, എൻ്റെ തന്നെ ലെറ്ററാണ്. അതിനകത്ത് എനിക്ക് ഭയമില്ല. ഇത് ഇനി സോളാർ കമ്മീഷനിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വരികയാണെങ്കിൽ, സോളാർ കമ്മീഷനിൽ ഇനിയും എൻ്റെ വിസ്താരം ക്ലോസ് ചെയ്തു. ഞാനായിട്ട് സോളാർ കമ്മീഷനിൽ ഈ ലെറ്റർ കൊടുക്കില്ല, അത് 100% ഉറപ്പാണ്. ഞാനായിട്ട് ഈ ലെറ്റർ കൊടുക്കില്ല. മറ്റുള്ള ഈ പുറത്ത് വന്ന ലെറ്റർ, ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ലെറ്റർ എൻ്റേതാണെന്ന് ഞാൻ എവിടെയും അംഗീകരിക്കും. പക്ഷേ അതിനകത്തുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം പറയും. അത് പക്ഷേ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പോലും നിങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ പോലും പബ്ലിക്കായിട്ടുള്ള ക്വസ്റ്റ്യനകത്തും എനിക്ക് സഭ്യതയുടെ ഒരു ഇത് വിട്ടിട്ട് ഞാൻ ഇനി സംസാരിക്കാൻ തയ്യാറല്ല. ഒരു കാര്യം കൂടെ, ഇതിനകത്ത് പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയുടെ PA ഒരു പരാമർശം ഇതിനകത്ത് ചെന്നിത്തലയുടെ PA ആയിരുന്നു. അതായത്
അന്ന് രമേശ് ചെന്നിത്തല സാറ് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് പറഞ്ഞത്, സാറിനാണ് അവിടെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ എളുപ്പം എന്ന്. രമേശ് ചെന്നിത്തല സാറിനാണ് പളനി മാണിക്യം എന്ന് പറയുന്ന പഴയ MOSൻ്റെ പിന്നെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ എളുപ്പമെന്ന്. അങ്ങനെ ഞാൻ രമേശ് ചെന്നിത്തല സാറിനെ വിളിച്ചപ്പം അദ്ദേഹത്തിനല്ല പുള്ളിയുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉള്ളത്, പ്രതീഷ് എന്ന് പറയുന്ന ആൾക്കാണ്, പ്രതീഷ് PA ആണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രതീഷിൻ്റെ നമ്പർ തന്നത്. പക്ഷേ പ്രതീക്ഷ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രതീക്ഷ വളരെ മോശമായ രീതിയിൽ അതിനെ ഒരു പളനി മാണിക്യവുമായിട്ട് വേറൊരു വേറൊരു വിഷയം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. അതിനെപ്പറ്റി കത്തി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാൻ ഇതിനെപ്പറ്റി പരാതിപ്പെട്ടു. അതിനുശേഷം ഞാൻ പരാതിപ്പെട്ടപ്പം പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞത് പ്രതീഷിനെ രമേശ് ചെന്നിത്തല സാർ പിരിച്ചുവിട്ടു എന്നാണ്. അപ്പോൾ അത്രയുള്ള വിഷയങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് ഒരു പരാമർശം ലെറ്ററുണ്ട്. അതും ഇതുപോലെ ഈ ഒരു ഇത്തരത്തിൽ താങ്കളെ ട്രാപ്പാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എല്ലാവരും ഈ ഒരു ലേഡി എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഒരു ബിസിനസ് പ്രമോഷനുമായിട്ട് പോകുന്ന ഒരു ലേഡിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ആ പരാമർശങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതൊന്നും നിഷേധിക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ.